കണ്ണൂർ തലശ്ശേരിയിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് വ്യാപാരികളും നാട്ടുകാരും. തീരദേശ ഹൈവേക്ക് വേണ്ടി സ്ഥലം അളക്കാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് തടഞ്ഞത്. തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംഘർഷാവസ്ഥയെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സുമേഷ് മോറാഴ വിവരങ്ങളുമായി ചേരുകയാണ്. സുമേഷ്, ഇപ്പോൾ ആദ്യത്തെ സർവേക്ക് ആദ്യമായാണോ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നത്? നാട്ടുകാരും വ്യാപാരികളും ഒക്കെ അവിടെ കൂടി നിൽക്കുന്നത് കാണാം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ? രഞ്ജിത്ത്, ഈ സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ തീരദേശ ഹൈവേ എന്നുള്ളത്. എന്നാൽ ഈ പലവിധ എതിർപ്പുകളാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ സർക്കാരിന് സാധിക്കുന്നില്ല. ഇതിൽ ഇന്ന് പ്രധാനമായും ഉണ്ടായത് ഈ തലശ്ശേരി ഭാഗത്താണ്. ഈ തലശ്ശേരി സെയ്താർ പള്ളി മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള വലിയങ്ങാടി ഭാഗത്താണ് ഇപ്പോൾ ഈ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇവിടെ പതിറ്റാണ്ടുകളായി കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ അവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ അവിടെ നിന്ന് മാറ്റേണ്ടതായി വരും, അല്ലെങ്കിൽ പൊളിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അതുകൊണ്ട് തന്നെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് മാറേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അലൈൻമെന്റ്, അതായത് കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അലൈൻമെന്റ് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ വ്യാപാര സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഭാഗത്തോടു കൂടി അലൈൻമെന്റ് മാറ്റണം എന്നുള്ളതാണ് ഈ തലശ്ശേരിയിൽ ഇന്നുണ്ടായ ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇത് ഇന്ന് ഈ പട്ടണ തൊഴിലാളി സംരക്ഷണ സമിതിയുടെ ഭാഗമായിക്കൊണ്ടായിരുന്നു ഇത്തരം ഒരു പ്രതിഷേധം ഉണ്ടായത്. വ്യാപാരികളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പ്രധാനപ്പെട്ട ഹൈവേ ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഇത്തരം ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായത്. ഇന്ന് സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഇതിന്റെ ഭാഗമായി നോട്ടീസ് പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരം ഉദ്യോഗസ്ഥർ ഇന്ന് അവിടെ എത്തിച്ചേർന്നത്. എന്നാൽ അതിനെ ഈ നോട്ടീസ് പതിക്കുന്നതിൽ നിന്നും അവരെ അതിൽ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഈ സമരാനുകൂലികളുടെ ഭാഗമായി ഇന്നുണ്ടായത്. ഏതായാലും പോലീസിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കനത്ത ജാഗ്രത അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘർഷങ്ങൾ ഇല്ലാതെ തന്നെ ഈ സമരാനുകൂലികളെ പോലീസിന് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പും ഇത്തരം ഒരു പ്രതിഷേധം ആ ഭാഗത്ത് ഉണ്ടായതാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ ഈ സർവേയുടെ ഭാഗമായി കൊണ്ട് തന്നെ നോട്ടീസ് വിതരണം ചെയ്യുന്നത്, അതായത് കച്ചവട സ്ഥാപനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അങ്ങനെയായിരുന്നു ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. ആ അറിയിപ്പ് അവർ കൈപ്പറ്റുകയും ചെയ്തില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും ഉദ്യോഗസ്ഥർ അവിടെ വരികയും അത്തരം ഈ നോട്ടീസ് അവിടെ പതിക്കുകയും ചെയ്തത്. എന്നാൽ ആ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇന്ന് തലശ്ശേരിയിൽ ഉണ്ടായിരുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ പ്രതിഷേധമുണ്ടായി. ഇപ്പോഴും അവിടെ ആ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു